കൂടുതൽ വാർത്തകളിലേക്ക്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികനായ കൊല്ലം ആവണീശ്വരം സ്വദേശി ഗണ്ണർ സജീവ് ഗോപാലപിള്ളയെ ഇന്ത്യൻ സൈന്യം ആദരിച്ചു. കാർഗിൽ യുദ്ധത്തിന്റെ 26ാം വാർഷികത്തിനോടനുബന്ധിച്ച് ഘർ ഘർ ശൗര്യ സമ്മാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സൈനികർ സജീവിന്റെ വീട്ടിലെത്തി ആദരവ് നൽകിയത്. ഇന്ത്യൻ ആർമിയുടെ കാർഗിൽ സെക്ടറിൽ നിന്നും നായിബ് സുബേദാർ എസ് കിങ്സിന്റെ നേതൃത്വത്തിൽ റെജിമെന്റ് ഹവീൽദാർ മേജർ രജീഷ് അടങ്ങുന്ന സൈനിക സംഘം സജീവ് ഗോപാലപിള്ളയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അദ്ദേഹത്തോടുള്ള രാജ്യത്തിന്റെ ആദരസൂചകമായി സജീവിന്റെ മാതാവ് കുട്ടിയമ്മയ്ക്ക് ബഹുമതിയും പ്രശസ്തി പത്രവും കൈമാറി. ഞങ്ങൾ 26ാമത്തെ കാർഗിൽ വിജയ് ദിവസത്തിന്റെ പേരിൽ ഘർ ഘർ ശൗര്യ സമ്മാൻ മഹോത്സവ് അതിന്റെ പേരിൽ കാർഗിൽ വാറിൽ മരിച്ചവരുടെ കുടുംബത്തിന് വീരമൃത്യു മരിച്ച കുടുംബത്തിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമിയിൽ നിന്ന് കാർഗിൽ സെക്ടറിൽ നിന്ന് വന്നതാണ്. എല്ലാവർക്കും അറിയാം കാർഗിൽ വാർ എത്രയ്ക്കും കഷ്ടപ്പെട്ടാണ്, നമ്മുടെ വീരയോദ്ധാക്കൾ എത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് അത് വിജയിച്ചതെന്ന്. 1999 മെയ് 20-ന് സജീവിന്റെ 25ാം പിറന്നാൾ ദിനത്തിൽ കാർഗിൽ യുദ്ധത്തിനിടെയുണ്ടായ ഷെല്ലാക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. യുദ്ധത്തിൽ മകൻ നഷ്ടപ്പെട്ടതിൽ തനിക്ക് ദുഃഖമുണ്ടെങ്കിലും അത് രാജ്യത്തിനു വേണ്ടിയാണെന്ന് ഓർക്കുമ്പോൾ അഭിമാനിക്കുന്നുവെന്ന് കുട്ടിയമ്മ പറഞ്ഞു. രാജ്യത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുന്ന, ഒരു ജീവൻ ഉപേക്ഷിച്ചവർ കഷ്ടപ്പെടുന്നുണ്ട്. അതെനിക്ക് അനുഭവമുണ്ട്. അതിന് മുൻപേ പട്ടാളക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാം. മുൻപേ ഇപ്പോഴല്ല പട്ടാളക്കാരെനിക്ക് വളരെ തൃപ്തിയായ ഒരാൾ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവരോട് വലിയ ഇഷ്ടം. 1997 മെയ് 3 മുതൽ ജൂലൈ 26 വരെ നീണ്ടുനിന്ന കാർഗിൽ യുദ്ധത്തിൽ 527 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. മരണാനന്തര ബഹുമതിയായി സജീവിന് വീരചക്ര നൽകി രാജ്യം ആദരിച്ചു. കാർഗിൽ സെക്ടറിൽ നിന്നുള്ള സൈനികരെ കൂടാതെ വിമുക്ത സൈനികരുടെ കൂട്ടായ്മയായ തലവൂർ സൈനിക കൂട്ടായ്മയുടെയും കൊയിലോൺ മല്ലു സോൾജിയർ കൂട്ടായ്മയുടെയും തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും APPM VHSS സ്കൂളിലെ NCC കേഡറ്റുകളുടെയും നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ സജീവിന് പ്രണാമമർപ്പിച്ചു. DD ന്യൂസ്, കൊല്ലം.